ഓൾറൈറ്റ്, ഈ ഒരു 5 ഗിഗിൻ്റെ ഓണർ മോർ ദാൻ 1 crore rupees ഉണ്ടാക്കിയിട്ടുണ്ട് AI ഫോട്ടോ റെസ്റ്റോറേഷൻ സർവീസസ് ഓഫർ ചെയ്തിട്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരാൾ AI ഉപയോഗിച്ചിട്ട് ചിൽഡ്രൻസ് ബുക്ക് ഉണ്ടാക്കിയിട്ട് സെല് ചെയ്തിട്ട് മോർ ദാൻ $1 million ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് കേസി എന്ന് പറഞ്ഞ ഈ ഒരാൾ AI കോണ്ടന്റ് യൂസ് ചെയ്തിട്ട് ബ്ലോഗിൽ ആർട്ടിക്കിൾസ് ഒക്കെ റൈറ്റ് ചെയ്തിട്ട് മോർ ദാൻ $25,000 മന്ത്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇൻഫാക്ട് ഞാനും AI കോണ്ടന്റ് യൂസ് ചെയ്ത് ബ്ലോഗിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ട് മോർ ദാൻ $70,000 ഉണ്ടാക്കിയിട്ടുണ്ട്. ഹേ ദർ, ദിസ് ഈസ് ആസ്ട്രോ ഹിയർ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് AI യൂസ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മെത്തേഡ്സ് ആണ്. ബേസിക്കലി നമ്മൾ 6 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ഫ്രം ദ കംഫർട്ട് ഓഫ് യുവർ ഹോം ഫ്രം എനിവർ എനി ടൈം നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മെത്തേഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കേണ്ട, ലെറ്റ്സ് ഡേ റൈറ്റ് ഇൻ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തരാം. ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ക്യാഷ് AI ഇങ്ങോട്ടേക്ക് ക്യാഷ് തരുന്ന രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊന്നുമല്ല. കുറച്ച് കൺസിസ്റ്റൻ്റ് ഉള്ള എഫേർട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വിടേണ്ടതായിട്ട് ആവശ്യം വരും. അപ്പോൾ ഫസ്റ്റ് അപ്പ് ഈസ് ഫോട്ടോ റെസ്റ്റോറേഷൻ യൂസിങ് AI. ബട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ഫോട്ടോ റെസ്റ്റോറേഷൻ? അപ്പോൾ ഫോട്ടോ റെസ്റ്റോറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത്, അതായത് 90s 80s അല്ലെങ്കിൽ ഈവൻ ബിഫോർ ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് അതൊക്കെ ഭയങ്കര ബ്ലറി ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഡാമേജ് ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും ആ ഫോട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് നമ്മൾ ബേസിക്കലി AI യൂസ് ചെയ്തിട്ട് നമ്മളിത് റീസ്റ്റോർ ചെയ്യുകയാണ്. ബേസിക്കലി ഒരു ഫ്രഷ് ഫോട്ടോ എടുത്ത രീതിയിലേക്ക് ഈ ഫോട്ടോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇതൊരു സർവീസ് ആയിട്ട് ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ്, അത് ഫൈവർ പോലത്തെ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു സർവീസ് ഓഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ റെസ്റ്റോറേഷൻ നമ്മൾ ബേസിക്കലി മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫൈവറിൽ കൂടി പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറേയധികം ആൾക്കാർ ഈ ഒരു ഫോട്ടോ റീസ്റ്റോറേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ റിവ്യൂവും അതേപോലെ തന്നെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഒക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മോർ ദാൻ $1 crore ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഫൈലിൻ്റെ ഓണർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ നോക്കിയിട്ട് കാണാൻ പറ്റും കറണ്ട് ഓർഡർ ക്യൂ എന്ന് പറയുന്നത് ഏകദേശം 16 ഓർഡേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സെൽഫ് എവിഡൻ്റ് ആണ് എത്രത്തോളം പോപ്പുലർ ആണ് ഈ ഒരു സർവീസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം AI ഫോട്ടോ റീസ്റ്റോറേഷൻ സർവീസസും ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 2-3 ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഓരോരോ AI ഫോട്ടോ റെസ്റ്റോറേഷൻ വെബ്സൈറ്റ്സ് കയറിയിട്ട് നിങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പഴയ തരത്തിലുള്ള ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ലുക്കിംഗ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോസിനെ പോലെ, അതായത് ഡാമേജസ് എല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ കുറേയധികം ഫോട്ടോസ് ഈ ഒരു AI ടൂൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു AI ഫോട്ടോ റെസ്റ്റോറേഷൻ സർവീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഫൈവർ ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയ ഗിഗ് ക്രിയേറ്റ് ചെയ്യുക, ഫോട്ടോ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിങ്ങൾ AI കൊണ്ട് ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിലൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഈ AI ടൂൾ യൂസ് ചെയ്യുക, ഈ ഒരു ഫോട്ടോ റെസ്റ്റോറേഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അത്ര സിമ്പിളാണ്. ആൻഡ് ഇനിയിപ്പോൾ ഈ ഫോട്ടോ റെസ്റ്റോറേഷൻ സർവീസസ് ഒക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ, അതായത് മെയിൻലി US എന്നുള്ള ക്ലയൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ പെർ ഫോട്ടോ ബേസിസിൽ നിങ്ങൾക്ക് $800 പ്ലസ്, അതായത് $10 പ്ലസ് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫോട്ടോ റെസ്റ്റോറേഷൻ യൂസിങ് AI. അപ്പോൾ നെക്സ്റ്റ് ആപ്പ് ഈസ് ബ്ലോഗിംഗ് വിത്ത് AI. അപ്പോൾ മോർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ AI യൂസ് ചെയ്ത് ബ്ലോഗ് പോസ്റ്റ് റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിനാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്നത് ട്രഡീഷണലി നമ്മളിപ്പോൾ ഒരു ChatGPT അല്ലെങ്കിൽ ക്ലോഡ് AI കൊണ്ട് ഏതെങ്കിലും ടോപ്പിക് പറയുന്നു, കുറേ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, അത് നമ്മുടെ ബ്ലോഗിലേക്ക് ഡയറക്റ്റ്ലി പബ്ലിഷ് ചെയ്യുന്നു. ആൻഡ് അതല്ല നമ്മളോട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മുടെ HCU അപ്ഡേറ്റും നമ്മുടെ മാർച്ച് കോർ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ AI കോണ്ടന്റ് ഒന്നും അങ്ങനെ ബേസിക്കലി അത് നമ്മുടെ AI ടൂൾസിൽ നിന്ന് കിട്ടുന്ന അതേപോലെ കോണ്ടന്റ് നമ്മുടെ ബ്ലോഗിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോണ്ടന്റ് ഒന്നും റാങ്ക് ഒന്നും ആവാൻ പോകുന്നില്ല. അതിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ആഡ് ഓൺസ്, അത് ഹെവിലി എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും നമ്മുടെ ബ്ലോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊന്ന് പിക്ചർ ചെയ്ത് നോക്കുക. നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ വേറെ ഏതൊരു ആൾക്കാരെയും പോലെ നമ്മളും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ സെർച്ച് ടൈം എന്താണ് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ നിൽക്കും. ആൻഡ് ഗൂഗിൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബ്ലൂ ലിങ്ക്സും ടെക്സ്റ്റും കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ സൊല്യൂഷൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് വേണ്ടത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കും. ആൻഡ് ഈ ഓരോരോ ബ്ലൂ ലിങ്ക്സ് അല്ലെങ്കിൽ ഈ ഓരോരോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓരോരോ ഇൻഡിവിജ്വൽ ബ്ലോഗോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വേറെ ആൾക്കാർ എഴുതിയിട്ടുള്ള കോണ്ടന്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI യൂസ് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ നമ്മുടെ ബ്ലോഗിൽ റൈറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ട് അത് റാങ്ക് ചെയ്തിട്ട് ഗൂഗിളിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ അത് നമ്മുടെ ടോപ്പ് റാങ്കിങ് പൊസിഷൻസിലൊക്കെ നമ്മുടെ ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ബ്ലോഗിംഗ് വിത്ത് AI എന്ന് പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ കോണ്ടന്റ് അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റ് എഴുതാൻ വേണ്ടി കുറേയധികം AI ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ വേണമെങ്കിൽ ChatGPT ക്ലോഡൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ജാസ്പർ AI പോലത്തെ ടൂൾസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് പോസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്പ് നമ്മൾ കീവേഡ് ലിസ്റ്റ് നമ്മൾ തന്നെ ചെയ്യണം. ജസ്റ്റ് ChatGPTനോട് അല്ലെങ്കിൽ AI ടൂൾസിനോട് എന്താണ് ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ എഴുതേണ്ടതെന്ന് ജസ്റ്റ് ചോദിക്കാൻ നിൽക്കരുത്. സെക്കൻഡ്, ഔട്ട്ലൈൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഈ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് ആ ഏത് ടോപ്പിക്കിനെ പറ്റിയാണോ നമ്മൾ
എഴുതാൻ പോകുന്നത്. അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ 5-6 വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൻ്റെ സ്ട്രക്ചറും ഹെഡിങ്ങും സബ് ടോപ്പിക്കും ലേഔട്ടും എല്ലാം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഹെഡിങ്ങും ഇതൊക്കെ നമ്മളൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ AI ടൂൾസിനെ കൊണ്ട് ആ ഓരോരോ ഹെഡിങ് ഒക്കെ ഫില്ല് ചെയ്യിപ്പിക്കാൻ. ആ ഒരു രീതിയിൽ നിങ്ങൾ കോണ്ടന്റ് റൈറ്റ് ചെയ്യണം. ആൻഡ് ഈ കോണ്ടന്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മെയിൻ വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഹെവിലി എഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ChatGPT ക്ലോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾ ജനറേറ്റ് ചെയ്തുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് മെയിലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം മനസ്സിലാകും. അതൊരു റോബോട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല. അത് AI ജനറേറ്റഡ് ആണെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ജനറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഹ്യൂമനൈസ് ചെയ്യണം. അതായത് കുറച്ച് എഡിറ്റ് ചെയ്താൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ ആഡ് ചെയ്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സോ കാര്യങ്ങളോ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റാറ്റ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് ഡബിൾ ചെക്ക് ചെയ്യുക അതൊക്കെ കറക്റ്റ് ആണെന്നുള്ള. അങ്ങനെ കുറച്ചധികം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹെവിലി എഡിറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ബ്ലോഗിലേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്രോസസ്സ് റിൻസ് ആൻഡ് റിപ്പീറ്റ് ചെയ്ത് കുറേയധികം ബ്ലോഗ് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുക. പിന്നെ SEO ചെയ്യുക. ഇനിയിപ്പോൾ SEO അല്ല നിങ്ങൾ സോഷ്യൽ ട്രാഫിക് ആണ് നോക്കുന്നതുകൊണ്ട് ഫേസ്ബുക്ക്, പിൻട്രസ്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് നമ്മുടെ ബ്ലോഗിലേക്ക് ട്രാഫിക് ഒക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 മന്ത്ലി വിസിറ്റേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് നെറ്റ്വർക്ക്സ്, അത് മീഡിയവൈൻ, റാപ്റ്റീവ് പോലത്തെ വെബ്സൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ്സ് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്ലോഗിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് മൈ ബ്ലോഗ്സിലൂടെ ഞാൻ മീഡിയവൈനിൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആഡ് റവന്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും AI യൂസ് ചെയ്ത് ബ്ലോഗ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് തേർഡ് എന്ന് പറയുന്നത് പിൻട്രസ്റ്റും AI യൂസ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പിൻട്രസ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വിഷ്വൽ സെർച്ച് എഞ്ചിൻ ആണ്, ലൈക്ക് സിമിലർ ടു ഗൂഗിൾ. പക്ഷേ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ടേം എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബ്ലൂ ലിങ്ക്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അതേസമയം നമ്മൾ പിൻട്രസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും സെർച്ച് ക്വറി എൻ്റർ ചെയ്തിട്ട് നമ്മൾ എൻ്റർ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻട്രസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇത് ഇമേജസ് ആയിരിക്കും. ആൻഡ് ആ ഓരോ ഇമേജസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗിലേക്കോ ചെല്ലും. ആൻഡ് ഈ ഓരോ ഇമേജസ് നമ്മൾ പിൻട്രസ്റ്റിൻ്റെ ആ ഒരു വൊക്കാബുലറിയിൽ പറയുകയാണെങ്കിൽ അതിന് പിൻസ് എന്നായിരിക്കും പറയുക. ആൻഡ് പിൻട്രസ്റ്റിന് മോർ ദാൻ 500 മില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ മെജോറിറ്റി ഓഫ് ആൾക്കാർ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. ആൻഡ് US അതേപോലെ Tier 1 കൺട്രീസിൽ നിന്ന് പിൻട്രസ്റ്റിന് മോസ്റ്റ് യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ സൈഡ് ഓഫ് തിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് മൈൻ തന്നെയാണ്. അപ്പോൾ ഫോർ കോൺടെക്സ്റ്റ് തരികയാണ്, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 വിസിറ്റേഴ്സ് നമ്മുടെ ബ്ലോഗിലേക്ക് വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ 160 rupees ആണ് ഒരു ഫോർ മോസ്റ്റ് നിച്ചസ്. അതേസമയം നമ്മളിപ്പോൾ ഒരു Tier 1 കൺട്രീസ് എന്നൊക്കെ ഉള്ളത് USA പോലത്തെ കൺട്രീസ് എന്നുള്ള ആൾക്കാർ നമ്മുടെ ബ്ലോഗിലേക്ക് 1000 എക്സാക്ട് സെയിം 1000 പീപ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ 3000 rupees നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ്സ് ദ കൈൻഡ് ഓഫ് ഡിഫറൻസ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇനിയിപ്പോൾ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ബ്ലോഗിലേക്ക് നമ്മൾ ട്രാഫിക് ഡ്രൈവ് ചെയ്യും. എന്നിട്ട് ആ ട്രാഫിക് നമ്മൾ മോണിറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി അഫിലിയേറ്റ് ലിങ്ക്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ 2 കേസാണ്. ഇപ്പോൾ അഫിലിയേറ്റ് ലിങ്ക്സ് പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ബ്ലോഗിലേക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഈ 2 കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ പിൻട്രസ്റ്റിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ഇമേജസും വേറെ ഡിസ്ക്രിപ്ഷൻസും ടൈറ്റിൽസും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസും വേണം. ആൻഡ് ഇവിടെയാണ് നമ്മൾ AI യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ജേർണി, DALL-E 3 അല്ലെങ്കിൽ ക്യാൻവ പോലത്തെ ഏതെങ്കിലും AI ഇമേജ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കുറച്ചധികം ക്യാച്ചി ലുക്കിംഗ് ഇമേജസ് ഉണ്ടാക്കുക. എന്നിട്ട് ChatGPT, ക്ലോഡ് പോലത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് കുറച്ചധികം പിൻ ഡിസ്ക്രിപ്ഷൻസും ടൈറ്റിൽസും അതിന് കൊടുക്കാൻ പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാൻവ എടുത്തിട്ട് ഒരു പിന്നിൻ്റെ അത് പിൻട്രസ്റ്റ് പിന്നിൻ്റെ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഇമേജസും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ബേസിക്കലി പിൻസ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആൻഡ് ഈ പിൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളൊരു പിൻട്രസ്റ്റ് ഒരു ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഈ ഓരോരോ പിൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്കോ അവിടെ പബ്ലിഷ് ചെയ്തിട്ട് ഈ ഒരു പിൻ നമ്മൾ പബ്ലിഷ് ചെയ്യണം. ആൻഡ് ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇനിയിപ്പോൾ റിൻസ് ആൻഡ് റിപ്പീറ്റ് കുറേയധികം പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് വേറെ ബ്ലോഗ് പോസ്റ്റ് എടുക്കുക, കുറേയധികം ഇമേജസ് ജനറേറ്റ് ചെയ്യുക, ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ChatGPT-നെ കൊണ്ട് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ക്യാൻവ യൂസ് ചെയ്ത് പിൻസ് ഉണ്ടാക്കുക, എന്നിട്ട് അത് പിൻട്രസ്റ്റിലേക്ക് പബ്ലിഷ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് റിൻസ് ആൻഡ് റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വോളിയം ഗെയിമാണ്. നമ്മൾ കുറേയധികം പിൻസ് പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ആൻഡ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ 50 പിൻസ് പബ്ലിഷ് ചെയ്യാനുള്ള സ്ലോലി വാമപ്പ് ആക്കി എടുക്കുക. ആദ്യത്തെ ദിവസമൊക്കെ 1-2 വെച്ച്, പിന്നെ 5, 10, 20, 25 ഒക്കെ വെച്ച് അങ്ങനെ സ്കെയിലപ്പ് ചെയ്തിട്ട് ഒരു 25 ആകുമ്പോഴത്തേനും സീലിംഗ് ആയിട്ട് അവിടെ നിർത്തുക. എല്ലാ ദിവസവും 25 പിൻസ് ഒക്കെ വെച്ച് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു മോണിറ്റൈസേഷൻ, അതായത് പിൻട്രസ്റ്റിൽ ട്രാഫിക് ഗ്രോ ചെയ്യും. അതായത് ഔട്ട് ബൗണ്ട് ക്ലിക്സ് കൂട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ട്രാഫിക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക്സിലേക്കോ അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റിലേക്കോ നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മെത്തേഡാണ്. ഇനി ഫോർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ജനറേറ്റഡ് ചിൽഡ്രൻസ് ബുക്കൊക്കെ സെല് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മെത്തേഡാണ്. അപ്പോൾ വീഡിയോൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ കുറേയധികം ആൾക്കാരൊക്കെ ഇങ്ങനത്തെ AI ജനറേറ്റഡ് ചിൽഡ്രൻസ് ബുക്കൊക്കെ Amazon, KDP അതേപോലത്തെ വേറെ ഇ-കോം പ്ലാറ്റ്ഫോംസിലൊക്കെ സെല് ചെയ്തിട്ട് കുറച്ച് ഹാൻഡ്സം എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT, ക്ലോഡ്, ജാസ്പർ പോലത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഈ ചിൽഡ്രൻസ് ബുക്കിൻ്റെ ടെക്സ്ച്വൽ കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ DALL-E, മിഡ്ജേർണി പോലത്തെ ഇമേജ് ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു ചിൽഡ്രൻസ് ബുക്കിലേക്ക് വേണ്ട ഇമേജസും കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻറ്റ് സ്റ്റൈലിംഗിൽ ജനറേറ്റ് ചെയ്യുക. ആൻഡ് വൺസ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റും ഇമേജസും രണ്ടും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും കൂടി അസംബിൾ ചെയ്തിട്ട് ഒരു ബുക്ക് രീതിയിലേക്ക് അതൊന്ന് ജസ്റ്റ്
ജസ്റ്റ് അസംബിൾ ചെയ്യുക. ആൻഡ് വൺസ് ഈ ഒരു ബുക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആമസോൺ, KDP അല്ലെങ്കിൽ അതേപോലത്തെ ഇ-കോം പ്ലാറ്റ്ഫോംസിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇങ്ങനെ നിങ്ങൾ AI ജനറേറ്റഡ് ബുക്സ് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ആമസോണൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ചിൽഡ്രൻസ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഏതൊക്കെ തരം ബുക്സാണ് റാങ്ക് ചെയ്യുന്നത്, അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും, എങ്ങനെയാണ് ബുക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും, ടോപ്പിക് എന്താണ്, എത്രത്തോളം ഇമേജസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് റിസർച്ച് വർക്കൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബുക്ക് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വർക്ക് സബ്സിക്വൻറ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക. ഇനി ഫിഫ്ത്ത് എന്ന് പറയുന്നത് AI യൂസ് ചെയ്തിട്ട് നമ്മൾ API ഡെവലപ്പ് ചെയ്തിട്ട് റാപ്പിഡ് API പോലത്തെ മാർക്കറ്റ് പ്ലേസസിൽ ലിസ്റ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു API എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഒരു API എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ്, അതായത് ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ആക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു API എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാണ്. ആൻഡ് ആ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ എനിക്കൊരു QR കോഡ് ജനറേറ്ററിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യണം. അതായത് ഞാൻ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ലിങ്കോ പാസ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു QR കോഡ് ഇമേജ് എനിക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വേണമെങ്കിൽ കോഡിംഗ് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് അവേ ഫ്രം സ്ക്രാച്ച് ആ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര TDS ആയിരിക്കും, ഭയങ്കര കഷ്ടമായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു API ജസ്റ്റ് എനിക്ക് യൂസ് ചെയ്തിട്ട് API പർച്ചേസ് ചെയ്തിട്ട് അതെൻ്റെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഏത് സമയം ആർക്കെങ്കിലും ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മുടെ നേരെ API-ലേക്ക് പോകും. എൻ്റെ API നമുക്കൊരു ഇമേജ് തിരിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചിട്ട് അത് നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഏതൊരു ഫംഗ്ഷനാലിറ്റി വേണം നമുക്ക് API യൂസ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വെദർ ഡാറ്റ, അല്ലെങ്കിൽ റിയൽ ടൈം പ്രൈസ് ട്രാക്കർ ഫോർ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രേപ്പർ, അങ്ങനെ പറഞ്ഞ കുറേയധികം APIs നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ChatGPT അല്ലെങ്കിൽ ക്ലോഡ് പോലത്തെ AI ടൂൾസ് യൂസ് ചെയ്ത് അതിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു API ജനറേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റാപ്പിഡ് API പോലത്തെ പ്ലാറ്റ്ഫോംസിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടി നമ്മൾ സെല്ല് ചെയ്യാൻ വെക്കുന്നതാണ് ഈ ഒരു ഹോൾ സിനറിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ API ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ബേസിക് ലെവൽ ഓഫ് കോഡിംഗ് നോളജും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു AI യൂസ് ചെയ്ത് API ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ബട്ടൺ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുള്ളൊരു വീഡിയോൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു മച്ച് മോർ ബെറ്റർ ഐഡിയ കിട്ടും. അപ്പോൾ ദാറ്റ്സ് ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് നിങ്ങളുടെ API റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാപ്പിഡ് API എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് മാർക്കറ്റ് പ്ലേസിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്യാം. ആൻഡ് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റം പ്രൈസിങ്ങും പ്ലാൻസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് ഏതെങ്കിലും ആൾക്കാർ വന്നിട്ട് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന രീതിയിൽ അത് റിക്കറിംഗ് മന്ത്ലി ബേസിസിൽ പൈസ കിട്ടുന്ന ഒരു അടിപൊളി മെത്തേഡാണ് AI യൂസ് ചെയ്തിട്ട് ഈ ഒരു APIs ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി സിക്സ്ത് ആൻഡ് ലാസ്റ്റ് വരുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസ് ആണ്. അപ്പോൾ നിങ്ങൾ കുറേയധികം ആൾക്കാർക്കെങ്കിലും ഓൾറെഡി ഈ ഒരു ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസിനെ പറ്റി അറിയുമായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസും കൊണ്ട് ബേസിക്കലി മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ, പക്ഷേ ആ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്തൊന്നും അതിൻ്റെ ക്രിയേറ്ററിൻ്റെ ഫേസോ ഐഡൻറ്റിറ്റിയോ ഒന്നും റിവീൽഡ് ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോരോ ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫേസ് ഒന്നും കാണിക്കാതെ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് മോഡൽ ഇൻഫിനിറ്റ്ലി സ്കെയിലബിളും ആണ്. നമുക്ക് എല്ലാ കംപ്ലീറ്റ് വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനും പറ്റും. കൂടാതെ നമുക്ക് ഈ AI യൂസ് ചെയ്ത് വീഡിയോ ജനറേറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഈ ഒരു ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ AI യൂസ് ചെയ്യുന്ന ബേസിക്കലി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സെമി ഓട്ടോമാറ്റിക് വേയും പിന്നെ ഫുള്ളി ഓട്ടോമേറ്റഡ് വേയും. അപ്പോൾ ഈ ഒരു സെമി ഓട്ടോമേറ്റഡ് വേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ChatGPT, ക്ലോഡ് പോലത്തെ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് മർഫ് AI പോലത്തെ ടൂൾസ് യൂസ് ചെയ്ത് ഒരു റിയലിസ്റ്റിക് വോയിസ് ജനറേഷൻ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നമ്മൾ കുറേ സ്റ്റോക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ സോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് അസംബിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് യൂട്യൂബിലേക്ക് ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സെമി ഓട്ടോമേറ്റഡ് വേ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് വേ ആണ്. അപ്പോൾ ഇതിന് വേണ്ടി InVideo.ai പോലത്തെ കുറേ വെബ്സൈറ്റും സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ്ലെസ് വീഡിയോ ജനറേറ്റർ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു റാൻഡം ടോപ്പിക്, അതായത് നമ്മുടെ ഏത് വീഡിയോ എന്തിനെ പറ്റിയാണ് നമുക്ക് വീഡിയോ വേണ്ടത് ആ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ടാകും. പിന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതായത് വേറെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു InVideo AI തന്നെ ഒരു ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യും, വോയിസ് ഓവർ എടുക്കും, സ്റ്റോക്ക് ഫോട്ടോസ് ഫൈൻഡ് ചെയ്യും, എല്ലാം ചെയ്തിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിൽ നമുക്കൊരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ജനറേറ്റ് ചെയ്ത വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാറ്റണം, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോസോ വീഡിയോസോ മാറ്റണം, സ്ക്രിപ്റ്റിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി കിട്ടും. ആൻഡ് വിത്തിൻ എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ നമുക്ക് ആക്ച്വൽ വീഡിയോ ഫയൽ ഈ ഒരു InVideo AI നമുക്ക് തരും. ആൻഡ് വൺസ് നമുക്ക് ഈ ഒരു വീഡിയോ ഫയൽ കിട്ടി കഴിഞ്ഞിട്ട് നമുക്കത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. ആൻഡ് നൗ റിൻസ് ആൻഡ് റിപ്പീറ്റ്. ഇതേപോലെ കുറേയധികം യൂട്യൂബ് വീഡിയോസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ത്രഷോൾഡ് ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് YPP പാർട്ണർ പ്രോഗ്രാമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ ഒരു അടിപൊളി മെത്തേഡാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി 6 വേസ് യു ക്യാൻ മേക്ക് മണി ഓൺലൈൻ യൂസിങ് AI. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം ഡെയിലി ഒരു 1 to 2 hours കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറേയധികം AI സൈഡ് ഹസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു 6 നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 6 അല്ല 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് AI യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ. ബൈ.